വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെറർ എക്സ്പെറേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിനെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ സ്വഭാവമുള്ള ആളെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കുറെ ആൾക്കാർക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നുണ്ട്. റൈറ്റ് പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് എങ്ങനത്തെ പാർട്ട്ണറിനെ ഓക്കെ ആക്കാം, ഇതാണോ എന്റെ റൈറ്റ് പാർട്ട്ണർ? ഓക്കെ, അങ്ങനത്തെ ഒക്കെ കുറെ ഡൗട്ടുകൾ വരാറുണ്ട് പേഴ്സണലൈസ്ഡ് റീഡിങ്ങില്. അപ്പോ ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ടോപ്പിക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് പൈലായിട്ട് ഞാൻ യെല്ലോ കാൽസൈറ്റ് ബ്രേസ്ലെറ്റ് ആണ് വെച്ചിട്ടുള്ളത്. യെല്ലോ കാൽസൈറ്റ് സോ ഗുഡ് ആണ് ധരിക്കുന്നത്. പക്ഷെ ഉപയോഗങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അനുയോജ്യമായിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അതുപോലെ സെക്കൻഡ് പൈലായിട്ട് വെച്ചിട്ടുള്ളത് ക്ലിയർ കോഡ്സ് ആണ്. ക്ലിയർ കോഡ്സ് കുട്ടികൾക്കൊക്കെ ധരിക്കുന്ന വളരെ നല്ലതാണ്, മൈൻഡ് ക്ലാരിറ്റിക്ക് വേണ്ടതുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ട ബ്രേസ്ലെറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പൈൽ യെല്ലോ കാൽസൈറ്റും സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് ക്ലിയർ കോഡ്സും ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പേഴ്സൺ ആണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എന്താണ് എന്നതിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ സെലക്ട് ചെയ്യാം. പിന്നെ പൈല് മാറിപ്പോയാലും കുഴപ്പമില്ല, കാരണം ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടർ എന്താണോ, ഓക്കെ, അത് ഞാൻ ഇതിനകത്ത് ഫസ്റ്റ്ലി പറയാം. എന്നതിന് ശേഷം അതിനനുയോജ്യമായിട്ടുള്ള പേഴ്സന്റെ ക്യാരക്ടർ, ഇങ്ങനത്തെ വ്യക്തിയെ തിരഞ്ഞെടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനത്തെ റീഡിംഗ് ആണ് ഞാൻ തരാമെന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത പൈൽ റെസൊണേറ്റ് ആയില്ലെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് പൈൽ കണ്ടു നോക്കാം. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ളത്, അത് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പൊ അതനുസരിച്ചിട്ടുള്ള സ്വഭാവം എടുത്തിട്ട് അതിന് അനുബന്ധിതമായി നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവം മാച്ച് ചെയ്യിപ്പിച്ചാൽ കുറച്ചും കൂടി, നമ്മൾ പറയില്ലേ ബെറ്റർ പിക്കിംഗ് എന്ന് പറയില്ലേ, നമുക്ക് ഒത്തിരി ഓപ്ഷൻ ഉണ്ട്, അതിൽ ബെറ്റർ പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്രദമായ പല ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവട്ടെ. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചോ ക്യാരക്ടറിനെ കുറിച്ചോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോവാം. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള യെല്ലോ കാൽസൈറ്റ് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്ക് എങ്ങനെയുള്ള പേഴ്സണെ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഒരു ബാലൻസ്ഡ് ആകും എന്ന് നോക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് സോർഡ്സ്, ഹെർമിറ്റ്, ടു ഓഫ് സോർഡ്സ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ ദ മോസ്റ്റ് ഡെസിഷൻ നിങ്ങൾക്ക് വേണമെന്നുള്ള ദ മോസ്റ്റ് ഡെസിഷൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെയായിരിക്കാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മേ ബി പ്രോപ്പർ ആയിട്ടൊരു ഡെസിഷൻ എടുത്ത വ്യക്തി നിങ്ങളാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. മേ ബി സൺ എനർജി വൈബ്രേഷൻ നിങ്ങളിൽ വളരെയധികം കൂടുതലായിരിക്കാം. ഓക്കെ, കാരണം എനിക്കൊരു കളർഫുൾ എനർജിയാണ് കിട്ടുന്നത്. കളർഫുൾ എനർജി അല്ലെങ്കിൽ മറ്റൊരു യെല്ലോ കൈൻഡ് ഓഫ് എനർജിയാണ്. അതായത് ഭയങ്കര ഡാർക്ക്നെസ്സിൽ ഇരുന്നാലും യു ആർ ഗ്ലോയിങ് ലൈക്ക് എ സൺ. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്കിലും സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബോണ്ട് ലീഡർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനെ നിങ്ങൾ മാനേജ് ചെയ്താലേ ശരിയാവുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസിഷനെ നിങ്ങൾക്ക് എപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റാൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് അവർ പറയുന്ന രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാല് പലവട്ടവും പല രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് സജഷൻ വേണ്ടി വന്ന സമയങ്ങളിൽ ആരും നിങ്ങളെ ഒന്നുകിൽ സജസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ തന്നെ സെൽഫ് ഡിസൈഡ് ചെയ്തു, അല്ലെങ്കിൽ സജഷൻ തന്നത് വളരെ മോശമായിരുന്നു, തെറ്റായിരുന്നു, നിങ്ങൾക്ക് ആ ഒരു റിഗ്രറ്റ് കൈൻഡ് ഓഫ് എനർജി ഉള്ളത് കൊണ്ടും എനിക്ക് തോന്നുന്നു വളരെയധികം, അതായത് നിങ്ങൾ എല്ലാവരും വിചാരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ പല പ്രതിസന്ധികളിലും നേരിട്ടിട്ടില്ല എന്ന്. പക്ഷെ നിങ്ങൾ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല സിറ്റുവേഷനിലും എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്
എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഡെസിഷൻ എടുക്കേണ്ട വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്ത് കയറി സംസാരിക്കും. അവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതിൽ കൂടുതൽ അറിയാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടാത്ത ആസ്പെക്ടുകളിൽ നിങ്ങൾ സംസാരിക്കുകയും അവരെ വഴിതിരിച്ചു വിടാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും, മറ്റുള്ളവർക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് ഡയറക്ഷൻ, ഇങ്ങോട്ടേക്ക് പോകൂ, അതായത് സ്വന്തം ലൈഫിൽ ഒരു ഡയറക്ഷനും ഇല്ലെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് മെച്ചപ്പെടുത്താനും അവർക്കൊരു ലീഡർ കൈൻഡ് ഓഫ് ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ഗൈഡ് എന്ന രീതിയിൽ കൊടുക്കാനും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ അത് അവർക്ക് അത്രത്തോളം ബെനിഫിറ്റബിൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇതേ അഡ്വൈസ് വേറൊരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും അത് മനസ്സിലാക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്കതും നിങ്ങളുടെ ഡെസിഷൻ വളരെ നല്ലതാണെന്നൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് പോവാം. ഞാനിപ്പോ നിങ്ങളൊരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു സൺ എനർജി ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ യെല്ലോ കാൽസൈറ്റും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. യെല്ലോ കാൽസൈറ്റ് ക്ലോസ് ടു സൺ എനർജി ഒന്നും വരത്തില്ലെങ്കിലും ഒരു സൺ കൈൻഡ് ഓഫ് എനർജിയാണ് മൊത്തത്തിൽ എനിക്ക് കിട്ടുന്നത്. പിന്നെ കുറച്ചൊക്കെ ഒരു വാശിയുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് പറയുന്നത്. മേ ബി സം കൈൻഡ് ഓഫ് അഡിക്ഷൻസ് അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഹോബീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണും. അതൊന്നും നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യമില്ല. അതൊക്കെ വെച്ച് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മുന്നോട്ടേക്ക് പോകാം എന്നുള്ള എനർജി. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പിടിവാശി, ഇപ്പം ചില ആൾക്ക് മോശമായിട്ടുള്ള പിടിവാശി എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു കരിയർ ബിൽഡപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ മുന്നോട്ട് നീങ്ങുന്നുള്ളൂ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. അപ്പോ അല്ലെങ്കിൽ എനിക്കിപ്പോ എന്റെ ഫാമിലി ഒരു കരയിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ തലയിലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇതെല്ലാം ഒന്ന് സേഫ് സോണിലാക്കിയതിനു ശേഷം മതി എന്റെ ലൈഫ് എനിക്ക് റിലാക്സ് ചെയ്യുന്നത്, എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് അതിനുശേഷം മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ് നിങ്ങളെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സ്വന്തമായി സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മുന്നോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാം. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരും വർക്ക് ചെയ്യേണ്ടതാണ്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരാളുടെ പിറകെ ചേസ് ചെയ്ത് പോകേണ്ടതോ അല്ല. ചേസിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡിൽ തന്നെ ചേസിങ്ങിന് ഇഷ്ടമാണ് എന്നാണ് ആദ്യം അത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷെ പിന്നെ സെക്കൻഡ് കാർഡ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ല, ചേസിങ്ങിന് തീരെ താല്പര്യമില്ല, സ്വന്തമായി തീരുമാനം എടുക്കാനാണ് താല്പര്യം. ഈവൻ കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ നമ്മളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് പ്രവണതയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അത്രത്തോളം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, അത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ടുള്ള, അത്രത്തോളം കഴിവുള്ള, അത്രത്തോളം കാര്യങ്ങളെ നല്ല രീതിയിൽ ചിന്തിക്കാനും ഗ്രഹിക്കാനും പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് നിങ്ങളെന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഇൻസൈഡ് ഉള്ളത്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. കാരണം ജനിക്കുന്ന ഒരു കുട്ടിക്ക് അറിയില്ല അവന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കഴിവുകൾ ഉള്ളതെന്ന്. പല ആസ്പെക്റ്റിൽ കൂടെ അവൻ കടന്നു പോകുമ്പോൾ, പല ടെസ്റ്റുകൾ അവൻ എടുക്കുമ്പോൾ, പല രീതിയിൽ അവൻ സൊസൈറ്റിയിൽ പെരുമാറുമ്പോഴത്തേക്കാണ് ശരിയാണ് അവന് പാടാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ അവന് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ അവന് പ്രസംഗിക്കാൻ കഴിവുണ്ട്, ഇല്ലെങ്കിൽ അവന് മാനേജ്മെന്റ് നല്ലൊരു കഴിവാണ്, മനസ്സിലായി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അല്ലെങ്കിൽ അവന് ഓടാൻ കഴിവുണ്ട്, അവൻ അത്ലറ്റിക് ആണ്, അല്ലെങ്കിൽ ഇപ്പോ സ്വിം ചെയ്യാൻ ആ കുട്ടിയെ പഠിപ്പിച്ചാലാണ് അവൻ നല്ലൊരു സ്വിമ്മർ ആണോ, അവനത് നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് മനസ്സിലാവും അല്ലെ. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ പല പല സാഹചര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ആ സാഹചര്യം ഇട്ട് കൊടുക്കുമ്പോൾ ഏതിലാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ കയറിപ്പോവാൻ സാധിക്കുന്നത് അതായിരിക്കും ഒരു പരിധിവരെ നിങ്ങളുടെ കരിയർ, അതായിരിക്കും ഒരു പരിധിവരെ നിങ്ങളുടെ വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൊസൈറ്റിക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കാത്ത ആൾക്കാരാണ് നിങ്ങൾ. സൊസൈറ്റി പറയുന്നത് കേൾക്കണമെന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ വളരെ സൂക്ഷിച്ചെടുക്കുക. കാരണം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സോൾ ആണ് ഇൻസൈഡ് ആയിട്ടുള്ളത്. അതിനെ നല്ല ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഗ്രോത്ത് ഉണ്ടാകാൻ പോവുകയാണ്. നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റുകൾ കൊണ്ടുവരും. ഈ ഒരു ഇയർ നിങ്ങൾക്ക് ഇച്ചിരി മോശമാണില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവ് അപ്രോച്ച് കൊണ്ടുവരും എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ ഏകദേശം ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള പാർട്ട്ണറിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് രീതിയിലുള്ള സോൾമേറ്റിനെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ള എനർജി നമുക്ക് നോക്കാം. കിങ് ഓഫ് കപ്സ്, Death and Rebirth, Ace of Wands, Queen of Cups, and Knight of Swords. നിങ്ങൾക്ക് മെയിൻലി വേണ്ടത് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടുള്ള പാർട്ട്ണർ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് വളരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതായത് വെൽ ഡൺ, നീ അത് ചെയ്തു, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ആ ഒരു അബണ്ടൻസ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നീ നിന്റെ ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് നമുക്ക് ഈ ഒരു ഗുണം തന്നത് എന്ന രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കുന്ന ആളാണ്, നിന്റെ സ്വന്തം ഡെസിഷൻസ് അല്ലെങ്കിൽ നിന്റെ സ്വന്തം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചോദനം, അതായത് സഹായമല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളെ അംഗീകരിക്കുക, ആ ഒരു അംഗീകാരം, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആണെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിനെ മതിക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. മേ ബി നിങ്ങൾ ഒരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി പരമായിട്ട് നിങ്ങൾ ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആളായിരിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് വന്നതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്നു പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഓപ്പൺ അപ്പ് കൈൻഡ് ഓഫ് എനർജിയിലല്ല. പക്ഷെ പറയാതെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളുടെ നിശബ്ദത എന്താണോ അത് അവർക്ക് മനസ്സിലാവാൻ പറ്റണം. അത്രത്തോളം ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ അവർക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിൽ മുന്നോട്ട് പോകുന്നു, അവർ അവരുടെ അധ്വാനത്തിൽ മുന്നോട്ട് പോകുന്നതും അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതോടൊപ്പം തന്നെ അവർ നിങ്ങളെ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യണം, നിങ്ങളുടെ ഇമോഷനെ ബഹുമാനിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസും ഒരു സ്റ്റാൻഡും തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ഫ്രം ഇൻസൈഡ് നിങ്ങൾക്ക് വൂൺസ് ഉണ്ടാവും, അൺഹീൽഡ് വൂൺസ് ഉണ്ടാവും. അപ്പൊ ആ അൺഹീൽഡ് വൂൺസ് എന്താണെന്ന് പോലും നിങ്ങളുടെ അടുത്ത് ചോദിക്കാതെ നിങ്ങളുടെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങളെ ഹീൽ ചെയ്യാൻ കഴിവുള്ള ഒരാള് വേണം. അല്ലെങ്കിൽ അതായത് പുറമേ നിങ്ങൾ ഭയങ്കര ബോൾഡ് ആൻഡ് ബ്രേവ് ആയിട്ടുള്ള എനർജി നിൽക്കുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മെന്റൽ ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളോട് ഏറെക്കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന, നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം വേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന 2 രാജ്യങ്ങളിലോ 2 സ്റ്റേറ്റിലോ നിൽക്കുന്ന ഒരു പേഴ്സണെ താല്പര്യപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഓഫ് ഇനിയിപ്പോ നിങ്ങളുടെ കരിയർ കാരണം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കണം, നിങ്ങളുടെ മാനസിക നില അവർക്ക് നന്നായി അറിയാമായിരിക്കണം, വേറൊരാളുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയി, അതായത് ഇപ്പൊ ജോലിയുടെ സ്ട്രെസ് മൊത്തവും വീട്ടിൽ വന്ന് തുറന്ന് പറഞ്ഞ് റിലീസായിട്ട് ഒരു സമാധാനമായ ഒരു ചായ കുടിച്ചിരിക്കാനായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള ബാലൻസും ആ ഒരു രീതിയിലുള്ള എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു പ്രസൻസും ആ ഒരു കൈൻഡ് ഓഫ് ലോയൽ എനർജിയും, അതുപോലെ തന്നെ നിങ്ങളുടെ പല ഡിസ്ട്രെസ്സും എടുത്തു കളയാൻ പറ്റുന്ന, പല തലവേദനകളും മാറ്റാൻ പറ്റുന്ന ഒരു ഹോം ആയിരിക്കണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ ബാലൻസ് ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു, അതായത് എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്ന, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ കഴിവിനെ വിലമതിക്കുന്ന ഒരു ഹോം ആയിരിക്കണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡെസിഷനിൽ പൂർണ്ണമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഇന്നലെ പോയൊരു ജോലി ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു, ഇന്ന് വേണ്ടെന്ന് നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണ്ട എന്ന് നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള റീസൺ കാണും എന്ന രീതിയിൽ നിങ്ങളുടെ ഡെസിഷൻ, അത് എന്തുകൊണ്ടാണ്, അത് നല്ല ജോലിയല്ല, അത് കളയാൻ പാടില്ലല്ലോ എന്ന രീതിയിൽ പറയുന്നതിനേക്കാൾ നിങ്ങളുടെ ഡെസിഷനെ എന്ത് ആഫ്റ്റർ ഇഫക്റ്റ് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാം, നിന്റെ ഡെസിഷൻ അതാണെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മറ്റൊരാൾക്ക് കുറെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം, നിങ്ങളുടെ ഇടയിൽ ജലസി ഉണ്ടാക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയ രോഗമായിട്ട് വേണമെങ്കിലും മാറിയേക്കാം. നിങ്ങളെ കുറ്റം പറയുന്നതല്ല, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേതായി മാത്രം ഇരിക്കണം, നിങ്ങളെ മാത്രം നോക്കണം, എപ്പോഴും നിങ്ങൾക്ക് തന്നെ അറ്റൻഷൻ തരണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹപരമായിട്ടുള്ളൊരു വ്യക്തി വേണമെന്ന് ചോദിച്ചാൽ അത് വേണം, ലോയൽ ആയിട്ടുള്ള വ്യക്തികളെന്ന് ചോദിച്ചാൽ വേണം. പക്ഷെ പ്രാക്ടിക്കലി ഡിസിഷൻ എടുക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് കൂടെ നിൽക്കാനുള്ള ഒരാൾ വേണം. അതായത് നിങ്ങൾക്ക് ഒരു അച്ഛനെ വേണം, ഒരു അമ്മയെ വേണം, ഒരു സഹോദരനെ വേണം, ഒരു സഹോദരിയെ വേണം, ഒരു ഫ്രണ്ടിനെ വേണം, ഒരു കൊളീഗിനെ വേണം. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ റോള് പ്ലേ ചെയ്യാനുണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് ഒരു സിംഗിൾ പേഴ്സണെ വേണം. ആ ഒരു ഒറ്റ പേഴ്സണെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റണം. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ കരിയർ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇപ്പോ ഈ പൈങ്കിളി പ്രേമത്തോടൊന്നും താല്പര്യമില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്കൊരു ഡീപ്പ് കണക്ഷൻ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ സപ്പോസ് ഒരു സാഹചര്യം കൊണ്ട് ഇപ്പൊ നിങ്ങൾ 2 ഡിസ്റ്റന്റ് ആയിട്ട് നിന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ
ഇൻ ബിറ്റ്വീൻ ഒരു സ്കിൻ ടച്ച് എപ്പോഴും പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ചുമ്മാ ഒരു പൈങ്കിളി പ്രണയം പോലെ നിൽക്കാനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സീരിയസ് ആണ്, നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ സീരിയസ് ആയിരിക്കണം. എന്നാൽ അവിടെ ഒരു ലോയലിറ്റി, ഒരു ഡെപ്ത് ഓഫ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് 3, 6, 7, 9 ഈ മൂലാങ്കിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു കിങ് നമ്പറിലുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്യൂട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഭംഗി എന്നതൊരു പ്രയോറിറ്റി ആണ് എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഭംഗിയും അതുപോലെ തന്നെ അതായത് ഒരു ബ്യൂട്ടിഫുൾനെസ് എന്തായാലും തീർച്ചയായിട്ടും വേണം. ഒന്നുകിൽ നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ബ്യൂട്ടിഫുൾനെസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ പുറമേയുള്ള ഭാഗ്യമായിട്ടുള്ള സൗന്ദര്യമായിരിക്കാം. അപ്പൊ ആ സൗന്ദര്യത്തിൽ നിങ്ങൾ വളരെയധികം അട്രാക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണെ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾക്കൊരു ഫാക്ടർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. അതുപോലെ നിങ്ങൾ പൈസയ്ക്ക് ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് പൈസയ്ക്ക് വാല്യൂ കൊടുക്കുന്ന, പൈസ സേവ് ചെയ്യുന്ന, പൈസ സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുടെ അടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കാശുണ്ടെങ്കിലേ ബഹുമാനം കിട്ടൂ, കാശുണ്ടെങ്കിലേ ഉന്നതി കിട്ടൂ, കാശുണ്ടെങ്കിലേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പൊ കാശില്ലെങ്കിൽ നമ്മൾ എപ്പോഴും സീറോ തന്നെയാണ്. ആരും നമ്മളെ പരിഗണിക്കില്ല, ആരും നമ്മളെ മൈൻഡ് പോലും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് പൈസ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ മൈൻഡ് സെറ്റ് പൈസയിലും റിലേഷൻഷിപ്പിലും ഭാഗ്യ സൗന്ദര്യത്തിലും യുണീക്നെസ്സിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു കൈൻഡ് ഓഫ് വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന ആളായിരുന്നാൽ വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗൈസ്, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഓൾറെഡി ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം പിന്നെയും പിന്നെയും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെയും പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കൈൻഡ് ഓഫ് എനർജി ഇങ്ങനെ ആയിരിക്കണം, എന്നാലാണ് അത് നിങ്ങളുടെ സോൾമേറ്റ് ആവുക. അതുപോലെ തന്നെ നിങ്ങൾ ആരാണോ എന്നെ കാണുന്നത്, നിങ്ങളുടെ ആ ഒരു എനർജി അനുസരിച്ചെടുക്കുക. നിങ്ങൾ ചിലപ്പോൾ കിങ് ഓഫ് കപ്സ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ക്യൂൻ ഓഫ് കപ്സ് എനർജിയിൽ നിൽക്കണം. നിങ്ങൾ ക്യൂൻ ഓഫ് കപ്സ് എനർജിയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കിങ് ഓഫ് കപ്സ് എനർജിയിൽ നിൽക്കണം. എന്നാൽ മാത്രമേ അവിടെ ഒരു ബാലൻസ്ഡ് എനർജി ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള എനർജിയാണ്, നിങ്ങളൊരു സൺ എനർജി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സൺ എനർജി കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. നിങ്ങൾ ആ ഒരു എനർജി തിരഞ്ഞെടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാവും. ഇപ്പൊ എന്നെ കേൾക്കുന്ന ഈ ഒരു എനർജി കൺസിഡർ ചെയ്യാതെ ചുമ്മാ ഒരു റിലേഷൻഷിപ്പിൽ പോയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ലൈഫ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്. നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പൈല് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഈ റീഡിംഗ് ടൈംലെസ് ആണ്, അതുകൊണ്ട് എപ്പോൾ നിങ്ങൾ കണ്ടാലും അത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ ക്ലിയർ ക്ലോട്ട്സ് ക്രിസ്റ്റൽസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള പേഴ്സണെയാണ് വേണ്ടത്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയായിരിക്കണം, ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതെ, നമുക്ക് കാർഡ്സ് എടുക്കാം, നല്ല രീതിയിൽ എനർജി കണക്ട് ചെയ്യുക. ബാക്കി തിരക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക. പ്ലീസ് ഗൈഡ് us. കിങ് ഓഫ് കപ്സ്, സോറി, നൈറ്റ് ഓഫ് കപ്സ്, കിങ് ഓഫ് wands, temperance, okay, 5 of wands, 8 of pentacles. Shills, please give us a clarity. 7 of cups, 3 of cups, okay. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒത്തിരി റിലേഷൻഷിപ്പ് അപ്സ് ആൻഡ് ഡൗൺസിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ചീറ്റിംഗ് എനർജി കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടിലേക്ക് പോയേക്കാം. അങ്ങനെ ഒത്തിരി ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പലപ്പോഴും പല ആവശ്യത്തിനും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ നമ്മളെ വകവയ്ക്കാത്തൊരു കൈൻഡ് ഓഫ് സൊസൈറ്റിയിലായിരിക്കാം നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാരെല്ലാം മോസ്റ്റ് ഓഫ് എ ചീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ ചീറ്റിംഗ് അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെ വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ എന്നോട് ലോയൽ ആയിരിക്കണം.
ഇങ്ങനത്തെ എനർജിയാണ് നിങ്ങൾക്ക് ആദ്യമേ വേണ്ടത്. അതായത് ഞാൻ ഒരിക്കലും ഒരു കുറെ കട്ടകൾ നിരത്തി വെച്ചിട്ട് ഇതിൽ ഏതോ ഒന്നാണ് ഞാനൊരു ഓപ്ഷൻ അല്ല. എനിക്ക് എന്റേതായിട്ടുള്ള സെൽഫ് വാല്യൂ ഉണ്ട്. എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ വെറുതെ എന്നെ ചീറ്റ് ചെയ്യാൻ ഒരു പ്ലേഫുൾ എനർജി എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടിംഗ് എനർജി എനിക്ക് വേണ്ട. ആദ്യം തന്നെ നിങ്ങളുടെ കാർഡ്സ് എടുക്കുമ്പോൾ എനിക്കൊരു വലിയ നോ ആണ് കാണുന്നത്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. അതായത് ഞാൻ എന്താണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിതൊന്നും പറ്റില്ല, ഇതൊന്നും ഇല്ലാത്ത ഒരാളെ എനിക്ക് മതി. ഇതാണ്, അതായത് കട്ട് ആൻഡ് റൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് ഫ്ലേർട്ട് ചെയ്യുന്ന ആളെ വേണ്ട. എനിക്കൊരു മാൻ അല്ലെങ്കിൽ എനിക്കൊരു വിമനെയാണ് വേണ്ടത്. മനസ്സിലാക്കുന്ന ഒരാളെയാണ് വേണ്ടത്. ബാലൻസ് ചെയ്യുന്ന ഒരാളെയാണ് വേണ്ടത്. കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ആളല്ല. പരസ്പരം ഡിഫറൻസ് ഉണ്ടെങ്കിലും അതിനെ ഇരുന്ന് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യുന്ന ആളെയാണ് വേണ്ടത്. അതുപോലെ എനിക്ക് ഓപ്ഷൻ ആയിട്ടുള്ള ആളെ അല്ല വേണ്ടത്. അതുപോലെ ആ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കയറി പറ്റാനോ അല്ലെങ്കിൽ ഭാവിയിൽ എന്റെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി വരാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നുമേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നുമില്ലാത്ത ഒരാളെയാണ് എനിക്ക് വേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് ആദ്യമേ പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ചാല്, ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ കബളിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് 100% ആണ്. അതിനകത്ത് ഒരു ലോയൽ ആയിട്ടുള്ള എനർജി ഇട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളും നിങ്ങൾക്കത് തന്നില്ലെങ്കിൽ അത് വളരെ വേർസ്റ്റ് കണ്ടീഷനിലേക്ക് കൊണ്ടെത്തിക്കും നിങ്ങളുടെ മനസ്സിനെയും ആ ഒരു സിറ്റുവേഷനെയും. അതുകൊണ്ട് തന്നെ ഏത് റിലേഷൻഷിപ്പ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഇപ്പൊ എന്ത് ലവർ എനർജി ആയിക്കോട്ടെ, കോ വർക്കർ ആയിക്കോട്ടെ, ട്രാൻസ്പെറൻസി, അതായത് നിങ്ങളുടെ അടുത്ത് കൈ കോർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ലോകം കാണാൻ താല്പര്യമുള്ളതുപോലെ, ഒത്തിരി ട്രാവലിംഗ് എനർജി ഇഷ്ടമുള്ള പോലെ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്ന പോലെ, അതായത് അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. മേ ബി കുറച്ച് സ്പിരിച്വൽ എനർജിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സ്പിരിച്വൽ ആയിട്ടുള്ള സോണിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോണിലായിരിക്കാം. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഫ്രം ദിസ് വേൾഡ് കാർഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ഗട്ട് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ, വയറ് കേടാകുന്ന പോലത്തെ കാര്യങ്ങൾ, ഇൻറ്റെസ്റ്റിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒത്തിരി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് മാറി കഴിക്കുമ്പോൾ, വെള്ളം മാറി ഉപയോഗിക്കുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലൊക്കെ ഓഫൺ നിങ്ങൾ പെടാറുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളിപ്പം വേറെ സ്ഥലത്ത് നിൽക്കുന്ന ആളായിരിക്കും, ബിക്കോസ് ഓഫ് ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നേറ്റീവ് പ്ലേസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നിൽക്കുന്ന ആളായിരിക്കാം. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ ലൈഫിൽ ട്രാവലിംഗ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മേ ബി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ നോർത്തിലാണോന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്പോസിന് വേണ്ടി നമ്മൾ ചില റിച്വൽസ് ഒക്കെ ചെയ്യാറുണ്ട്. നോർത്തിലൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടെയും ചില ആൾക്കാരൊക്കെ വ്രതം എടുക്കുക, അങ്ങനത്തെ രീതിയിലുള്ള റിച്വൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനത്തത് ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര അർജാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതായത് ഭയങ്കര താല്പര്യമാണ് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതുപോലെ നിങ്ങളുടെ റിലീജിയന്റെ പിറകെ, സ്പിരിച്വാലിറ്റിയുടെ പിറകെ ഓടാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോ അതുപോലെ തന്നെ മേ ബി അമ്പലങ്ങളിൽ പോകാനും ദർശിക്കാനും, അല്ലെങ്കിൽ സ്ഥിരം അമ്പലം അങ്ങനത്തെ രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ സ്പിരിച്വൽ വൈബ്രേഷനിൽ കൂടെ പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ട് സൈഡ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മോറോവർ മൂൺ എനർജി പോലത്തെ ഒരു കാര്യം, മൊത്തമായി മൂൺ എനർജി അല്ല, ഒരു ഫെമിനിൻ എനർജിയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് ഫേസ് ഉള്ളതുപോലെ, അതായത് പുറമേ നിങ്ങൾ ഒരു വേറൊരു ഫേസ് കാണിക്കുന്നു, പക്ഷെ അകമേ നിങ്ങൾ ഒരു ടിപ്പിക്കൽ, ഒരു ട്രഡീഷണൽ, ഒരു സ്പിരിച്വൽ, ഒരു ഭയഭക്തി ബഹുമാനമുള്ള കൈൻഡ് ഓഫ് ഒരു ആൾക്കാരില്ലേ, അങ്ങനത്തെ ഒരു എനർജിയാണ് എന്ന് വിചാരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്പോസിനെ നമ്മുടെ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരു റേഞ്ച്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. കാരണം മോറോവർ മെറ്റീരിയലിസ്റ്റിക് എനർജിയേക്കാൾ ഇവിടെ ഒരു സ്പിരിച്വൽ എനർജിയാണ് കാണുന്നത്. മെറ്റീരിയലിസ്റ്റിക് എനർജി എന്ന ഇക്വാലിറ്റി പറയുക, ഞാനും ഫിനാൻഷ്യലി അബണ്ടന്റ് ആണ്, എനിക്ക് എന്റെ കാര്യം ചെയ്യാൻ അറിയാം, അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ അതിലെല്ലാം നല്ലതായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോ എന്താ പറഞ്ഞുതരാ, അതായത് നിങ്ങളും ഓക്കെ ആയിരിക്കാം, നിങ്ങളും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ചില ആൾക്കാരില്ലേ, ഞാൻ വർക്ക് ചെയ്യുന്നു, എനിക്കും അവകാശമുണ്ട്, എനിക്ക് അങ്ങനെയല്ല.
നിങ്ങൾ കുറച്ചും കൂടി കെയർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ വീട്ടിൽ കണ്ടത് എന്താണോ, അതായത് അമ്മ അച്ഛൻ ഇത് കൊടുക്കുന്നു, സോ നിങ്ങൾ അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ഇല്ലെങ്കിൽ അച്ഛൻ അമ്മയെ സഹായിക്കുന്നു, സോ അങ്ങനെ ഒരു സംതിങ് കൈൻഡ് ഓഫ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ താല്പര്യപ്പെടുന്നത്, ഫിനാൻഷ്യൽ അല്ല, ഇമോഷണൽ, വീട്ടിലെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് കുറച്ചും കൂടി ഒരു ഉയർന്ന ചിന്താഗതിയാണോ ചോദിച്ചാൽ അതെ, പക്ഷെ സം കൈൻഡ് ഓഫ് ആൾക്കാർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒക്കെ ഒരു എന്താണെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പോസിറ്റീവ് അപ്രോച്ച്. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലായത്. അതായത് ഒരു നല്ല സുതാര്യമായിട്ടുള്ള ഒരു വളരെ രണ്ടുപേർക്കും ഗുണമുണ്ടാക്കുന്ന, രണ്ടുപേരുടെ ഉള്ളിൽ ഒരു ഡീപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് എനർജി തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധ കൊടുക്കുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ സെൽഫ് കെയർ, മേ ബി സ്പിരിച്വലി കുറച്ചും കൂടി കണക്റ്റഡ് ആയതുകൊണ്ടാണെന്ന് അറിയാം, നിങ്ങൾ വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ഒരു തവണ പറഞ്ഞത് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനുമായി ബന്ധപ്പെട്ട് പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങാനും സാധിക്കും. അതുപോലെ തന്നെ പണ്ടെങ്ങോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, പണ്ടെന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടാവും, അതുപോലും മറക്കാൻ ചിലപ്പോൾ നിങ്ങൾ തയ്യാറാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം മെമ്മറി പവർ ഉണ്ടായിരിക്കും, നിങ്ങൾ പെട്ടെന്നൊന്നും അങ്ങനെ മറക്കില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒക്കെ ഒരു വാദം അല്ലെങ്കിൽ മേ ബി ഒരു ഡിബേറ്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായാൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ജയിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും മേ ബി നോളജബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കാം, മേ ബി ഡീപ്പ് കണക്ഷൻഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, മേ ബി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം. കണ്ടോ, നിങ്ങൾ തന്നെ ആ ഒരു യുദ്ധം ജയിക്കണം, എന്നാലേ അത് ശരിയാവും. ഇല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ സ്വസ്ഥത നിങ്ങൾ കെടുത്തും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് താന്നു തരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. കാരണം നിങ്ങളെ ആ യുദ്ധം ജയിക്കുള്ളൂ. യുദ്ധമല്ല എന്തോ ആവട്ടെ, ബട്ട് നിങ്ങളുടെ കൂടെ ആർഗ്യുമെന്റിന് വന്നാൽ നിങ്ങൾ അത് ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. നിങ്ങൾ എല്ലാത്തിന്റെയും എക്സ്ട്രീം കൈൻഡ് ഓഫ് എനർജിയാണ് കേട്ടോ. കാരണം ഒന്നുകിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ കൈൻഡ് ഓഫ് എനർജിയിലെല്ലാം വിട്ടു പോകണം എന്നുള്ള ഒരു എനർജി നിൽക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഒരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് എനർജി വേണം നിങ്ങൾ ആഗ്രഹിക്കും. അതായത് നിങ്ങൾ ഏത് പാതയിലേക്കാണോ പോകുന്നത് അതിന്റെ എക്സ്ട്രീം നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അത് ഫാമിലി ലൈഫ് ആയിരിക്കാം, ചിലപ്പോൾ അത് സ്പിരിച്വൽ ലൈഫ് ആയിരിക്കാം, പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിന്റെ എക്സ്ട്രീം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു സർപ്രൈസസുകൾ നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ആരും വരാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത് ദേഷ്യം വരുമ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രീംലി അവരെയും കൂടി, മുന്നിൽ നിൽക്കുന്നവരെയും കൂടി പറഞ്ഞ് വെറുപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മാനസികമായിട്ടൊരു വിഷമം നിങ്ങളുടെ മനസ്സിൽ കയറിയാല് ഫ്രണ്ട് നിൽക്കുന്നവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ അല്ലയോ എന്ന് പോലും നിങ്ങൾ നോക്കാതെ നിങ്ങൾ അവരെ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന കൈൻഡ് ഓഫ് ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് സങ്കടമോ വിഷമോ വരുമ്പോൾ നിങ്ങളൊരു ലോൺലി ആയിട്ടുള്ളൊരു പ്ലേസിൽ പോയിരിക്കുക. കാരണം എപ്പോഴും നിങ്ങൾക്ക് ഒരു ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ കണ്ടോ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഹൃദയം വെട്ടി മുറിച്ച് കീറുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ച് കളയും. അതുകൊണ്ട് അത് പലപ്പോഴും സൂക്ഷിക്കുക. കാരണം നിങ്ങൾക്ക് ദേഷ്യം വന്ന് നിങ്ങൾ ആർക്ക് സമാധാനിപ്പിക്കാൻ പറ്റത്തില്ല. സമാധാനിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാല് നിങ്ങൾ സമാധാനിപ്പിക്കാൻ വരുന്നവരുടെ സമാധാനം നിങ്ങൾ ഇല്ലാതെയാക്കും. നിങ്ങൾക്ക് കുറച്ച് എലോൺ ടൈമാണ് വേണ്ടത്. ഒറ്റയ്ക്കിരുന്നാൽ മാത്രം അത് ശരിയാവും. അത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഒരു ട്രോമയോ വന്നോ അതിനെ ശരിയാക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് ബ്ലാ 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 പറഞ്ഞിരുന്ന ആർക്കും നിങ്ങളെ ക്യൂർ ചെയ്യാൻ, ഹീൽ ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് നിങ്ങളുടെ എനർജി. ഇനി നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒത്തിരി കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടി എടുത്തു നിങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ ഞാൻ കാർഡ്സ് തിരിച്ചെടുക്കുകയാണ്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യണം, എങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യണം, എങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, ഏത് രീതിയിലുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അത് നമുക്ക് നോക്കാം. പ്ലീസ് സീ ദിസ്. ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്കി ഫുള്ളായി കാണാവുന്നതാണ്. ഓക്കെ, പേജ് ഓഫ് പെന്റിക്കിൾസ്. ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫയൽ കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അതിലും കാരണങ്ങൾ നമ്മുടെ ക്യാരക്ടർ ഒക്കെ പറയുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ പൈല് സെലക്ട് ചെയ്ത് തെറ്റായി പോയെങ്കിൽ, ശരിയായെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ തെറ്റായി പോയെങ്കിൽ നിങ്ങൾക്ക് മാറി കാണാവുന്നതാണ് കേട്ടോ. പ്ലീസ് ക്ലാരിഫിക്കേഷൻ. Two of Swords, Six of Wands. Okay, നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ക്ലാരിഫിക്കേഷൻ എടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ ഒത്തിരി. ഓക്കെ,
നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് വേണ്ടത്. കാരണം പുറമേ ഉള്ള കാര്യങ്ങളും നോക്കാൻ പ്രാപ്തി ഉണ്ടായിരിക്കണം, അകമേ ഉള്ള കാര്യങ്ങൾ നോക്കാനും പ്രാപ്തി ഉണ്ടായിരിക്കണം. ഒരു മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് പുറമേ നല്ല രീതിയിൽ സംസാരിക്കുന്ന, പുറമേ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും അവരെ കൊണ്ട് പറ്റണം. എന്നാൽ അകമേ മേ ബി നിങ്ങളെ ബാലൻസ് ചെയ്യാനാണെന്ന് അറിയില്ല, നിങ്ങളെ ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ ബാലൻസ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ആയിരിക്കാം. ഇല്ലെങ്കിൽ മേ ബി നിങ്ങളൊരു ന്യൂക്ലിയർ ഫാമിലി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എല്ലാം നമ്മൾ രണ്ടുപേരും കൂടി തന്നെ മാനേജ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾക്കുള്ളത്. അതായത് അമ്മ വളർത്തിയ എന്താണ് സ്വന്തം ഡ്രസ്സ് പോലും അലക്കാൻ അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ പാചകം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആരെയും നിങ്ങൾക്ക് വേണ്ട. സ്വന്തമായി മെച്ചുവേർഡായിട്ടുള്ള സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയമായി ചെയ്യാൻ കഴിയുന്ന ഒരാളെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നേരത്തെ എനിക്ക് കിട്ടിയത് വെച്ചിട്ട് നിങ്ങൾ അവരെ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു അവര് നിങ്ങൾ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളെയും അവർ സെർവ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം, എണ്ണി തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ അവിടെ ഇഷ്യൂ ഉണ്ടാവും. മേ ബി എനിക്ക് അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നില്ലെങ്കിൽ ഐ എം സോറി, പക്ഷെ എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. അല്ല നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിൽ നിന്ന് ശ്രമിച്ചു നോക്കുക, ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. കാരണം ഒരു കാര്യം അങ്ങോട്ട് കൊടുത്തിട്ട് അവൻ എനിക്ക് തിരിച്ചു തന്നില്ലല്ലോ, ഞാൻ ആ കാര്യം ചെയ്ത് കൊടുത്തതല്ലേ, എന്നിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയില്ലല്ലോ. മേ ബി അങ്ങനത്തെ ഒരു ടോക്കിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിപ്പോ നമ്മൾ പക്ഷെ കൊടുത്തിട്ടൊന്നും തിരിച്ചിങ്ങോട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രതീക്ഷിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് ഒരു 10 മടങ്ങ് നിങ്ങൾക്ക് തിരിച്ചു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലായിരിക്കാം ഇരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി എന്തോ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇച്ചിരി കർക്കശമാണ് എന്ന പോലെ. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം പെട്ടെന്ന് വന്നൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ അതുടനെ ചെയ്യുന്ന ഒരാളായിരിക്കണം. അറിഞ്ഞൂടാ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ കൺസെപ്റ്റിൽ ഇങ്ങനെയാണ്, ഇതുപോലും അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ പഠിച്ചേ, ഇങ്ങനത്തെ ഒരു, അതായത് പെട്ടെന്ന് ഒരു അരഗൻസി വരുന്നൊരു സ്വഭാവമാണ്. അതായത് നിങ്ങൾക്കെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ഇവിടെ ഡാഡീസ് ഗേളും മമ്മീസ് മോനും ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായി ചെയ്യാൻ പറ്റുന്ന ജീവിതാനുഭവമുള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളെയാണ് വേണ്ടത്. അതുപോലെ നിങ്ങളെ ലിമിറ്റഡ് ആക്കുന്ന ഒരാളെ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾക്ക് പറന്ന് നടക്കണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമായിട്ടുള്ള എനർജി നിൽക്കണം, നിങ്ങൾക്ക് കമ്പനി അടിക്കണം, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകാൻ പറ്റണം. അങ്ങനെ നിങ്ങളൊരു സെയിം കൈൻഡ് ഓഫ് രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് പറന്ന് നടക്കണം, അതിലൊരിക്കലും റെസ്ട്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിൽ നിങ്ങളെ അവർ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, അവർ നിങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് വേണം. അപ്പൊ ഇപ്പൊ വീട്ടിലിരിക്കുന്നതായിരിക്കും, ഹൗസ് വൈഫ് ആയിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് പോകുന്നതായിരിക്കും, അതൊന്നും നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫ്രീഡം വേണം, നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് നിങ്ങൾ ഇപ്പോഴാണ് എൻജോയ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അതിന് യാതൊരു കോട്ടവും വരാൻ പാടില്ല എന്ന കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, മേ ബി ആ ഡ്രൈവിംഗ് സ്കില്ലുള്ള ആളായിരിക്കണം എന്ന് തോന്നുന്നു. അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു ക്യൂക്ക് എമർജൻസി വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി പ്രാക്ടിക്കലി ആക്ട് ചെയ്യുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ വൈസ് വേഴ്സ, നിങ്ങളിപ്പോൾ മെയിൽ ആണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കുന്ന, അവരെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള്, നിങ്ങളിപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു സൺ കൈൻഡ് ഓഫ് എനർജിയിലുള്ള ആളെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഒരാളും കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും തലവേദനയാകരുത്. നിങ്ങൾക്കുള്ള തലവേദന അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള റെസ്പോൺസിബിലിറ്റി പങ്ക് ഇടുന്ന ഒരാളായിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ എനിക്ക് തോന്നുന്നത് പുറമേ ഉള്ള ആൾക്കാർക്ക് വേണ്ടി എപ്പോഴും വളരെയധികം ചിന്തിച്ച് നമുക്കത് ഫേവറബിൾ ആവുമോ അല്ലയോ എന്ന രീതിയിൽ ഡിസിഷൻ എടുക്കണം നിങ്ങളുടെ പാർട്ട്ണർ. പക്ഷെ ഫോർ യു അവര് ഡീപ്ലി നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആയിരിക്കണം, അഡിക്റ്റഡ് ആയിരിക്കണം. കൈൻഡ് ഓഫ് എ ഫാന്റസി നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ അടുത്ത കുറച്ച് ഫാന്റസി ആയാലും കുഴപ്പമില്ല, പക്ഷെ പുറമേ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് ചിന്തിച്ച് മാത്രം ഡിസിഷൻ എടുക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ പുറമേ ഈ പേഴ്സൺ പൈങ്കിളി കൈൻഡ് ഓഫ് എനർജിയിൽ ഒന്നും ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ പേഴ്സൺ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഒന്നും പറ്റില്ല. ഈ പേഴ്സണെ നിങ്ങൾ ഒരിക്കലും ഒരു ബൗണ്ടറിയിൽ ഇടുന്നതല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്ന്. അപ്പോൾ ഇങ്ങനത്തെ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെ എടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് ക്ലിയർലി പറയുക,
നിങ്ങൾ എനിക്ക് വളരെ ലോയൽ ആയിരിക്കണം. നിങ്ങളെ ആർക്കും ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ഒരു ചൈൽഡിഷ് സോണോ മറ്റ് നിങ്ങളുടെ ഇന്നർ സ്പേസിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നോട് മാത്രം ചെയ്യുക, അല്ലാതെ മറ്റാൾക്കാരോട് എക്സ്പ്രസ് ചെയ്യാൻ നിൽക്കരുത്. അതായത് ഇപ്പൊ ചില ആൾക്കാരില്ലേ, അതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അവനോട് ഞാൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവളോട് ഞാൻ അങ്ങനെയാണ്, എന്റെ ഫ്രണ്ട്സിനെ വിട്ട് എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ശരിയാണ്, നിങ്ങൾക്ക് അത് താല്പര്യമുള്ള ആളാണ്, നിങ്ങളുടെ ഫ്രണ്ട് സോണിൽ നിങ്ങൾ പൊക്കോളൂ, നിങ്ങളുടെ കസിൻ സോണിൽ നിങ്ങൾ പൊക്കോളൂ, അതിനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എന്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു ഡീപ്പ് അഫെക്ഷൻ എന്നോട് മാത്രം കാണിക്കുക. അവരോട് എങ്ങനെയാണോ ഫ്രണ്ടിനോട് പെരുമാറുന്നത് അത്രയും മതി, എങ്ങനെയാണോ കൊളീഗിനോട് പെരുമാറുന്നത് അത്രയും മതി, എങ്ങനെയാണോ കസിനോട് പെരുമാറുന്നത് അത്രയും മതി. എല്ലാത്തിനും ബാക്കി റിലേഷൻഷിപ്പുകൾ എടുത്തോ ചെയ്തോ സന്തോഷിച്ചോ, പക്ഷെ ബൗണ്ടറി ഇടുക. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് മാത്രം. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് നിങ്ങൾ മാത്രം അറിയുന്ന കാര്യമാണ്. അത് പബ്ലിസിറ്റി ചെയ്യാനോ പത്രത്തിൽ കൊടുക്കാനോ അല്ല. സോ ഡോണ്ട് ഷെയർ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുക. അതായത് അവൾ ഇങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ ചെയ്തു, അവൾ എനിക്ക് ടെൻഷൻ ഉണ്ടാക്കി, അവള് പൊട്ടിത്തെറിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് എന്ന് കൊളീഗിനോടും നാട്ടുകാരോടും വീട്ടുകാരോടും പറയുന്ന ആളെ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത് അത് ഇൻസൈഡ് നിങ്ങളിൽ മാത്രം. അതുപോലെ എവിടെയും പോവാം, എന്തും ചെയ്യാം, പക്ഷെ റിലേഷൻഷിപ്പിൽ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. ഒരാളുടെ കണ്ണ് കെട്ടിയിട്ട് മറ്റേയാൾ സന്തോഷിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ സമയം വേസ്റ്റ് ചെയ്ത് കളയുന്ന ആൾക്കാരോട് താല്പര്യമില്ല. കുറച്ചൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ചൊക്കെ നമ്മുടെ സമയത്തെ ഗുണമാക്കി എടുക്കുന്ന ആൾക്കാരോടാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക. കാരണം അവരിങ്ങനെ ഒരു പണിയും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ലാതെ അവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒത്തിരി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് പോയി പണി ചെയ്തുകൂടെ, നിങ്ങൾ എന്തിനാ വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നത്, നിങ്ങളുടെ സമയം നിങ്ങൾ പ്രൊഡക്റ്റീവ് ആക്കുക എന്ന രീതിയിലുള്ള സംസാരങ്ങൾ മേ ബി നിങ്ങളുടെ വായിൽ നിന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ലേസി ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ഒരു ലേസി സോണിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ടോക്ക് ഉണ്ടാവും, നീ രാവിലെ തൊട്ട് രാത്രി വരെ ചുമ്മാ ഇരിക്കല്ലേ, ഞാനല്ലേ ഈ മൊത്തം കഷ്ടപ്പെടുന്നതെന്ന്. അപ്പൊ അങ്ങനത്തെ സോണുകളും അങ്ങനത്തെ വാക്കുകളും ഇല്ലാതിരിക്കണമെങ്കിൽ അവരും നിങ്ങളെ പോലെ തന്നെ അധ്വാനിക്കുന്ന ആൾക്കാരായിരിക്കണം. അതുപോലെ ഒരു ലേസി കൈൻഡ് ഓഫ് എനർജിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പഠിക്കാത്ത ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ പൈസ സമ്പാദിക്കാനും തന്റെ സമയം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാനും താല്പര്യപ്പെടുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ പൈസ സമ്പാദിക്കാൻ മാത്രമല്ല പൈസ സേവ് ചെയ്യുന്ന ഒരാളെയുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ലക്ഷറി ആയിട്ട് ഉപയോഗിക്കുന്ന, പക്ഷെ അനാവശ്യ ചെലവുകൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദാനമായി കൊടുക്കുന്ന കൈൻഡ് ഓഫ് എനർജിയിലുള്ള ആളെ നിങ്ങൾ സ്വീകരിക്കരുത്. അല്ലെങ്കിൽ മറ്റൊരാളോട് സഹായ മനസ്കതയുള്ള ആളെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് അത്രത്തോളം സഹായ മനസ്കത ഇല്ലായിരിക്കാം. കാരണം മേ ബി നിങ്ങൾക്ക് ഒത്തിരി ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഒത്തിരി ആൾക്കാരെ കെയർ ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളെ മാത്രം കെയർ ചെയ്യുന്ന, നിങ്ങളെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളെ സെലക്ട് ചെയ്യുക. അതായത് ഫ്രണ്ട്ഷിപ്പ് സോൺ അങ്ങനത്തെ സോണൊക്കെ ഓക്കെയാണ്. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് അഡിക്ഷൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളൊരു ബൗണ്ടറിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് എല്ലാ റിലേഷൻഷിപ്പും ലീഡ് ചെയ്യുന്ന, ആ ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇത് ചെയ്യുന്ന ആളെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അല്ലാതെ ചില ആൾക്കാരുണ്ടല്ലോ, എനിക്ക് ഡൊണേറ്റ് ചെയ്യണം, എനിക്ക് ചാരിറ്റി ചെയ്യണം, അതാണ് ഇതാണ്, കയ്യിലൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള സ്വഭാവമാണ് നിങ്ങളുടെ അങ്ങനെയുള്ള പാർട്ട്ണറിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ അങ്ങനെയുള്ള പാർട്ട്ണറെ നിങ്ങൾ ഒരിക്കലും എടുക്കരുത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ പാർട്ട്ണറിന്റെ എനർജി ക്ലിയർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കണ്ണിങ് ആയിട്ടും ക്രൂഷ്യൽ ആയിട്ടും കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മാരിഡ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹാപ്പി ആക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താല്പര്യമുണ്ട്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ ക്ലാരിറ്റിയോ വേണമെങ്കിലോ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് വേണമെങ്കിലോ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എനർജൈസ്ഡ് പ്രോഗ്രാംഡ് ക്രിസ്റ്റൽ അക്കോർഡിംഗ് ടു യുവർ ഡേറ്റ് ഓഫ് ബർത്തും അവൈലബിൾ ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണും ഗൈസ്. ബൈ ബൈ.